ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാനും മമ്മിയും കൊച്ചും പപ്പായും ഒക്കെ എണീറ്റിട്ടുണ്ട് രാവിലെ. കോഴി കൂവുമ്പോൾ തന്നെ ദേ എൻ്റെ കൂടെ ഒരാളും എണീക്കും. അതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ സൗകര്യം നോക്കി വേണം ഞങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഒരു ചായ കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ പണ്ട് തൊട്ടേയുള്ള രീതി. ഇടയ്ക്ക് സൗന്ദര്യം കൂടും, ഡൈജഷന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് നാൾ മാത്രം രാവിലെ എണീറ്റ് നോർമൽ വാട്ടറോ ചൂടുവെള്ളമോ കുടിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ. രാവിലെ എണീറ്റാൽ തന്നെ ഒരു ഇഞ്ചി ചതച്ച ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. അതേപോലെ വൈകുന്നേരവും ഇഞ്ചി ഇടാതെ ചായ കുടിക്കാനും എനിക്കിഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ അതൊരു ശീലമായി. അങ്ങനെ ദേ ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ. കുറച്ച് ഇഡ്ഡലിയൊക്കെ പുഴുങ്ങി വെച്ചു. ഇനിയും ബാക്കി സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ പകുതി മുക്കാൽ സാധനങ്ങൾ വീട്ടിൽ തന്നെയാണ്. കിഴങ്ങും പിന്നെ ക്യാരറ്റും അതുമൊക്കെ ഉള്ളൂ പുറത്തുനിന്ന് മേടിച്ചത്. സവോളയും ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറികളാണ് എടുക്കുന്നത്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണല്ലേ. പപ്പയും മമ്മിയൊക്കെ പച്ചക്കറികൾ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് കൊണ്ട് തന്നെ ഓടിപ്പോയി പറിച്ചുകൊണ്ട് വന്നങ്ങ് കുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം, മഞ്ഞൾ പൊടിയിട്ട് ആ വെള്ളത്തിലിട്ട് വെക്കണം, വിനീഗർ ഇട്ട് വെക്കണം. പക്ഷേ ഇപ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്. വീട്ടിൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ അതേ കുറച്ച് മസൂർ ദാൽ ഇരിപ്പുണ്ടായിരുന്നു. അതും സാമ്പാർ പരിപ്പും സവോളയും ആവശ്യത്തിന് വെള്ളവും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും മഞ്ഞൾ പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് പരിപ്പ് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പരിപ്പൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴേ ഉപ്പിടില്ല കേട്ടോ. അവസാനമാണ് എന്ത് സാധനമാണെങ്കിലും ഞാൻ വേവിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പച്ചക്കറി ആണെങ്കിലും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലും ഉപ്പ് നമ്മൾ ആദ്യം ഇടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനൊരു താമസം ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ദേ മമ്മിയും കൂടെയുണ്ട്. അപ്പോൾ വേണ്ട പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. സാമ്പാറിന് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇവിടെ അരിയുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിലെങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണോ അരിയുന്നത്? പിന്നെ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളും എന്നെ പോലെയാണോ വീട്ടിൽ രാവിലത്തെ കാര്യങ്ങൾ എന്നൊക്കെ കേട്ടോ. അപ്പം ദേ ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിൻ്റെ സൗകര്യം നോക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും കുഞ്ഞെണ്ണീറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ അവളും ഞങ്ങളുടെ കൂടെ ഇരുന്ന് എല്ലാത്തിനും വാശി പിടിക്കും കേട്ടോ, അവൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അവളങ്ങ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും അവൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാറില്ല. എല്ലാം കുറച്ച് നീറ്റായിട്ട് തന്നെ ചെറുപ്പം തൊട്ടേ ആ ഒരു ശീലമായതുകൊണ്ട് താഴെ കളയാതെയൊക്കെ ചെയ്തു തരും. അപ്പം നമ്മൾ ഒരു സെറ്റ് ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കി മാറ്റി വെച്ചു. അപ്പം മമ്മി പറയുകയാണ് ആ കുഴിക്കകത്ത് നിൽക്കുന്നതിൻ്റെ അത്രയും ഒഴിച്ചാൽ മതി, ഇത്രയും അങ്ങ് ഒഴിക്കണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം മമ്മിയും കൊച്ചിനെ ഹെൽപ്പ് ചെയ്യുവാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിലെങ്ങനെയാണ്? കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ? എൻ്റെ വീട്ടിലിതൊരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം കൊച്ചു കിച്ചണിലാണ്. ഒരു കണക്കിന് നല്ലതാണ്, വലുതാവുമ്പോൾ ആരെയും ആശ്രയിക്കാതെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കൊച്ചു മാവെല്ലാം നല്ല നീറ്റായിട്ട് താഴെ കളയാതെ ഒഴിച്ചതിന് ശേഷം അവൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മേ അപ്പുറത്ത് അടഞ്ഞു കാണുമോ, ഇവിടെ അടഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മോളെ എല്ലാം അടഞ്ഞിട്ടുണ്ട്, മോൾ ഇനി ഇങ്ങനെ ഇറങ്ങിക്കോ, ആവി അടിക്കുമെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പുറത്തടഞ്ഞോ എന്ന ആൾക്ക് ഡൗട്ട്. അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, മോൾ ഇറങ്ങിക്കോ എന്നും പറഞ്ഞ് ഞാൻ കൊച്ചിനെ താഴെ ഇറക്കി വിട്ടിട്ട് ഇനി നമ്മളുടെ സാമ്പാറിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തേക്ക് നമ്മൾ വിസിലൊക്കെ വന്ന് നമ്മളുടെ കുക്കർ അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കഷ്ണങ്ങൾ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിൻ്റെ അടുത്ത സ്റ്റേജ് നോക്കാം. ഇതേ കഷ്ണങ്ങളൊക്കെ വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവം ഞാൻ ആക്കാറില്ല കേട്ടോ. കഷ്ണങ്ങൾ വേവിക്കും, അല്ലാതെ കുഴഞ്ഞുടഞ്ഞ് ചേരുന്ന ആ രീതിയിലേക്ക് ഞാൻ ആക്കില്ല കേട്ടോ. എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചുണങ്ങിയെടുത്ത പുളിയാണ് കേട്ടോ. ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടില്ല എങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്കും യൂസ്ഫുള്ളായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട പൊടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ആദ്യമേ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഓൾറെഡി സാമ്പാർ പൊടിയിൽ തന്നെ ഉണ്ടാവും. എന്നിരുന്നാലും കുറച്ച് നമ്മളൊരു മണത്തിനും ഗുണത്തിനും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് സാമ്പാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കുക്കിംഗ് തുടങ്ങി അന്ന് തൊട്ട് യൂസ് ചെയ്യുന്ന ഈസ്റ്റേണിൻ്റെയാണ്.
പിന്നെ കൂടുതലും വീട്ടിൽ പൊടികളൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മല്ലി, മുളക്, മഞ്ഞൾ എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുകയാണ്. പിന്നെ സാമ്പാർ പൊടി, ചിക്കൻ മസാല അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മേടിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. ചീനച്ചട്ടിയൊക്കെ ഓവറായിട്ട് ചൂടാകുന്നതാണെങ്കിൽ പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിടരുത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ ആ ഒരു ചീനച്ചട്ടിയുടെ ചൂടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരും ഈ പൊടിയുടെ കേട്ടോ. ഒരുപാട് അങ്ങ് ബ്ലാക്കായി പോയാലും വലിയ രസം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ചൂടാകുക, അത്രയും മതി കേട്ടോ. അപ്പോൾ ദേ പൊടികളൊക്കെ ചൂടായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഞാൻ ആ സമയം കൊണ്ട് നമ്മളുടെ ആ കുക്കർ അടച്ചു വെച്ചായിരുന്നു കേട്ടോ. ആ ആവിയിലിരുന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിരുന്നു. അപ്പോൾ ദേ അതിനകത്ത് കിടന്ന് തന്നെ അതെല്ലാം ഒന്ന് തിളച്ച് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടി ചേർത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എന്താണ് ലാസ്റ്റിൽ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ തുറന്ന് വെച്ച് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് അങ്ങനെ വെക്കുവാണെങ്കിൽ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് പിടിച്ചോളും കേട്ടോ. നല്ല പെർഫെക്റ്റ് സാമ്പാറാണ്. എന്നെപ്പോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ദേ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെതാ അപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്. എന്താണെന്ന് കരുതി നോക്കിയപ്പോൾ അതേ ഒറ്റയ്ക്ക് വരച്ച പടമാണ് കേട്ടോ. ഇപ്പോൾ അവധിയായപ്പോൾ മെയിൻ പരിപാടി ഡ്രോയിങ് ആണ് കേട്ടോ. മറ്റേത് സ്കൂളുള്ള സമയം അതാണ്, പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആൾ ഡ്രോയിങ് പരിപാടിയിലേക്ക് പോകുമായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു കലയാണല്ലോ. അപ്പോൾ കൊച്ചത് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ കൊച്ചിനെ അക്ഷരം എഴുതിയ കഴിഞ്ഞ സമയം തൊട്ടേ ആൾക്ക് ഇങ്ങനെ ഡ്രോയിങ്, കളറിങ് ബുക്കും ക്രയോൺസും ഒക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. അന്ന് തൊട്ടേ ഉള്ളൊരു ശീലമാണ് ഈ ഡ്രോയിങ്. ഏതായാലും എനിക്ക് തോന്നുന്നു കുഞ്ഞ് നന്നായിട്ട് വരയ്ക്കുമെന്ന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ പുകഴ്ത്തുന്നത്. പൊതുവെ കൊച്ചു കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ, അവരുടെ നിസ്സാര കാര്യങ്ങൾ നമ്മൾ പുകഴ്ത്തുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സൗണ്ട് കേൾക്കുന്നത് കൊച്ചു കൊണ്ടിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ സൗണ്ടാണ്. പിന്നെന്താണ്, നമ്മളുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലിയാണ്. വേണമെങ്കിൽ ഞാൻ ഈ ഇഡ്ഡലി എങ്ങനെയാണ് മാവ് അരയ്ക്കുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല പഞ്ഞി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇത് ഇത്രയും ഇഡ്ഡലി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചുകൂടെ നമ്മൾ ഉണ്ടാക്കണം. കാരണം കുറച്ച് മരം വെട്ടും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജോലി ചെയ്ത് ഭയങ്കര എഫേർട്ടുള്ള പണിയാണല്ലോ മരം വെട്ട്. അപ്പോൾ അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇനി നമ്മൾ കടുക് വറുക്കാൻ പോവാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം ഇവിടെ ഉപയോഗിക്കുന്നത്. കുക്ക് ചെയ്യാനെല്ലാം വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ കുറവാണ്. പിന്നെ വല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ മാത്രമേ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലാട്ടുന്ന പിന്നെ എണ്ണ തന്നെയാണ് കേട്ടോ. വീട്ടിൽ കൊപ്ര ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ കടുക് വറുക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി, ചുവന്നുള്ളി. ചിലർ സവോള എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സവോള എനിക്ക് അത്രയും ബെറ്ററായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ വീട്ടിൽ ചെറിയ ഉള്ളിക്ക് വല്ല ഷോർട്ടേജ് ഉണ്ടെങ്കിൽ സവോള എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് പിന്നെ സാരമില്ല. എന്തുകൊണ്ടും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ബെറ്ററാണല്ലോ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ. അപ്പോഴത്തേക്ക് കൊച്ച് ഇഡ്ഡലിക്കകത്ത് കളിക്കാൻ വന്നിട്ടുണ്ട്. മമ്മി കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും. ഇങ്ങനെ ആഹാര സാധനങ്ങളിലൊന്നും കളിക്കുന്നത് മമ്മിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മളുടെ ഉള്ളി ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പിന്നെ ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊച്ച് വേണ്ട ജീരകവും കടുകും കറിവേപ്പിലയൊക്കെ വെച്ച് മനുഷ്യനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിക്കുമല്ലോ. പിന്നെ ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് കഴുകിച്ച് നീറ്റാക്കി വേണം. അപ്പോൾ പിന്നെ ഇഡ്ഡലി കളയാതെ നമുക്ക് തന്നെ കഴിക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നമ്മൾ കരിയാതെ ഒരു ബ്രൗൺ ഷെയ്ഡ് അത്രേ പാടുള്ളൂ. അതിനാണ് കേട്ടോ ടേസ്റ്റ്. ഒരുപാട് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് കറുത്ത് കരിക്കട്ട പോലെ ആയിപ്പോവും. അപ്പം ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ആ ഒരു ചൂട് മതി, കാരണം ഇത് ഭയങ്കരമായിട്ട് ഹീറ്റാവുന്ന ഒരു ടൈപ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ. ഇപ്പം കടുക് വറുത്തത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടുക് വറുത്ത് എന്തിലിട്ട് കഴിഞ്ഞാലും അത് അടിപൊളിയാണ്. ഇനിയിപ്പം നമ്മൾ കടുക് വറുത്ത് ഇട്ട് കഴിഞ്ഞിട്ട്
നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ മണവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ തവി പെട്ടെന്ന് മാറ്റിയിട്ട് ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുക്കും. കണ്ടോ, നല്ല രസമുണ്ടല്ലേ, നല്ല അടിപൊളി സാമ്പാറായിരുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സാമ്പാറിന് ഒട്ടും രുചിയില്ലല്ലേ. എന്താണ് ഈ സാമ്പാർ തന്നെ എഴുതി വെക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്ര അടിപൊളി സാമ്പാറാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ. അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊച്ച് ഉണ്ടാക്കിയ മനുഷ്യനെ കണ്ട് ചിരിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് അവളെയും സന്തോഷിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി എല്ലാം ഇവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുള്ള ജോലിക്കാർക്ക് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. നമ്മളുടെ ജോലി തീർത്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പോഴേ അവരുടെ ടൈം ആവുള്ളൂ കഴിക്കാൻ. ഈ സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ആ സാമ്പാറിൻ്റെ ടേസ്റ്റ്. കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്ത് പോയിട്ടില്ല. ഇനിയിപ്പോൾ വെന്ത് പോയി എല്ലാം ഇങ്ങനെ വെന്ത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു 1-2 വിസിലൊക്കെ കേൾപ്പിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേ ആദ്യമേ കുഞ്ഞിനാണിന്ന് കൊടുക്കാൻ പോകുന്നത്. ആദ്യമേ ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊച്ചിനൂടെ കൊടുക്കും. അടിപൊളി കേട്ടോ. മുഖത്ത് എക്സ്പ്രഷൻ വന്നില്ല എന്നേ ഉള്ളൂ, അതെനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് വിശന്നിരിക്കുകയായിരുന്നു ഇന്ന്. വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു. അതുകൊണ്ട് കുറച്ച് വിശപ്പ് കൂടുതലായതുകൊണ്ട് കൂടുതൽ എക്സ്പ്രഷൻസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അടിപൊളി സാമ്പാറും അടിപൊളി ഇഡ്ഡലിയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മമ്മി ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചട്നിക്കൊന്നും വെയിറ്റ് ചെയ്ത് നിന്നില്ല. പെട്ടെന്ന് തന്നെ ഞാനും കൊച്ചിന് കൊടുക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഞാനും കഴിക്കുകയാണ്. എന്നെപ്പോലെ ഏതെങ്കിലും അമ്മമാരുണ്ടോ? എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഇനി കടയിൽ നിന്നോ ബേക്കറിയിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടേ കുഞ്ഞിന് കൊടുക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. കൊച്ചിന് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാനെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യും. നിങ്ങളും അങ്ങനെയുള്ള അമ്മമാരുണ്ടോ? കൊച്ചിന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിയൊക്കെ. എല്ലാ ദിവസവും സ്കൂളിൽ ഇഡ്ഡലി കൊണ്ടുവന്നതാണ് അവൾക്ക് ഇഷ്ടം. ചോറിനോട് വലിയ താല്പര്യമില്ല. എന്നിരുന്നാലും ഒരു നേരമെങ്കിലും ചോറ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അവൾക്ക് കൂടുതലും പലഹാരങ്ങളോടാണ് താല്പര്യം. എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുള്ളതേ എനിക്കുള്ളൂ. അസുഖങ്ങളൊന്നും ഇല്ലാതെ ഓക്കെ ആയിട്ടിരിക്കണം. ഇതേ അപ്പോഴത്തേക്ക് ഫ്രഷായി നമ്മുടെ മമ്മി എത്തിയിട്ടുണ്ട്. മമ്മി സാമ്പാറൊക്കെ ടേസ്റ്റ് ചെയ്യുകയാണ്. അടിപൊളിയാണെന്ന് മമ്മി പറഞ്ഞു കേട്ടോ. ഈ മമ്മിയും കഴിക്കാൻ പോവാണ്. ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ മമ്മിയും വരും കേട്ടോ ഇപ്പം ഞങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട്. ഞാൻ കൊച്ചിന് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ വീഡിയോ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരുന്നത്. കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫോൺ തിരിഞ്ഞും മറിഞ്ഞും വരുന്നത്. നിങ്ങളത് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഡ്ഡലി സാമ്പാറും മമ്മിക്ക് പ്രിയപ്പെട്ടതെന്നാണ് മമ്മി പറയുന്നത് കേട്ടോ. അങ്ങനെ അതേ കൊച്ചിൻ്റെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. ഇന്നും പതിവില്ലാതെ പുള്ളിക്കാരത്തി മൊബൈലൊക്കെ ആയിട്ടാണ് വന്നത്. വീണ്ടും മൊബൈൽ കാണണമെന്നൊക്കെ പറഞ്ഞ് വരുവാണ്. അപ്പം ഞാൻ വേണ്ടാന്ന് പറയാണ്. ഇന്ന് അപ്പച്ചൻ കുറച്ച് സ്നിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലാണ് കണ്ണ്. ഒരു ചോക്ലേറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരുന്നിടം വരെ പമ്മി അതിൻ്റെ പുറകെ നടക്കുന്നതാണ് കൊച്ചിൻ്റെ ഒരു ഹോബി. അധികം ചോക്ലേറ്റും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒന്നും ഞാനങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ആകെ അവൾക്ക് പപ്പായും മമ്മിയൊക്കെയാണ് ഒരു ആശ്രയം ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ. ഒന്നുമില്ല, വല്ലപ്പോഴും മേടിച്ചു കൊടുക്കുന്നതിൽ വലിയവരുടെ മാത്രം ചെരുപ്പിടുന്ന ഒരാളാണ് കേട്ടോ ഇവിടുത്തെ കുഞ്ഞ്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്? വലിയവരുടെ ചെരുപ്പിട്ട് നടക്കുമോ? എനിക്കറിയില്ല. അവൾ സ്വന്തം ചെരുപ്പിടത്തേ ഇല്ല. എപ്പോഴും മമ്മിയുടെയോ എൻ്റെയോ ചെരുപ്പ് അല്ലെങ്കിൽ പപ്പയുടെയോ ചെരുപ്പിടുന്നതാണ് കൊച്ചിന് ഇഷ്ടം. നമ്മളുടെ അവിടെ ഒരു കുഞ്ഞ് വേപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വേപ്പിൻ്റെ കൊമ്പൊന്ന് മുറിച്ചു കേട്ടോ. പിന്നെ നമ്മളുടെ ഈ മാവാണ് ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. വേണ്ട വേപ്പിൻ്റെ കൊമ്പൊന്ന് മുറിച്ച് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ധാരാളം വേപ്പില കിട്ടിയിട്ടുണ്ട്. ഇതും കൊണ്ടൊരു ഫേസ് പാക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയും ഫേസ് പാക്ക് ഇട്ടിട്ട്. അപ്പോൾ അതേ അതൊക്കെ കുറച്ച് കോവയ്ക്കൊക്കെ നിന്നതെടുത്ത് കൊച്ച് അകത്താക്കുകയാണ് കേട്ടോ. അവളിങ്ങനെ വല്ല പച്ചക്കറികളൊക്കെ ഇങ്ങനെ പറിച്ച് തിന്നുന്നത് വലിയ ഇഷ്ടമാണ്. എന്നെ നിർബന്ധിക്കുകയാണ് കേട്ടോ മറ്റേ കയ്യിലിരിക്കുന്ന കോവയ്ക്ക കഴിക്കാൻ. അങ്ങനെ ഞാൻ കഴിക്കത്തില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് എന്നെക്കൊണ്ട് കഴിപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് നിന്ന് എടുക്കുന്നതിൻ്റെ എല്ലാം ഒരു വീതം എനിക്കൂടെ എടുത്തു വെക്കും. പുളിയാണേലും കോവയ്ക്കയാണേലും. എന്നിട്ട് അത് എന്നെക്കൊണ്ടും കഴിപ്പിക്കും. അപ്പോഴത്തേക്ക് ദേ മമ്മി ഇവിടെ സമ്മന്തി എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെന്താണ് പറയുന്നത്? ചമ്മന്തി. ഇതെന്താണെന്ന് അറിയത്തില്ല. തേങ്ങാ ചട്നി. മമ്മി ഇവിടെ ഇരുന്ന് പറയാണ് കേട്ടോ തേങ്ങാ ചട്നിന്ന്.
ഞാൻ ചെറുപ്പം തൊട്ടേ പറയുന്നത് സമ്മന്തി എന്നാട്ടോ, എന്താണെന്നറിയില്ല. പപ്പയും സമ്മന്തി എന്നാണ് പറയുന്നത്, ശരിക്കും ചമ്മന്തിയാണ് അറിയാം എനിക്ക്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കായും പയറൂടിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മമ്മി ദേ വാഴക്കൊല പറിക്കുകയാണ് കേട്ടോ, വാഴയ്ക്ക പറിക്കുക. കൊച്ചു പറയുകയാണ് ആ വീഡിയോ എടുക്കമ്മേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതെന്ത് കായ? റോബസ്റ്റ ആണോ? റോബസ്റ്റ ആണല്ലേ, റോബസ്റ്റ അല്ലേ മമ്മി? അതെ, റോബസ്റ്റയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ റോബസ്റ്റായും കൊണ്ടുള്ള മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ. നിങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വീട്ടിൽ സ്ഥിരം പണ്ട് തൊട്ടേ ഉണ്ടാക്കാറുള്ളതാണ് റോബസ്റ്റ തോരൻ, മെഴുക്കുവരട്ടി. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതേപോലെ ഒരു രക്ഷയില്ല ഇതിൻ്റെയൊക്കെ രുചി. ഇതേ ആ കൊച്ച് അവസാനം ആ കോവയ്ക്ക് എനിക്ക് തന്നു, ഞാനത് കഴിച്ചു കേട്ടോ. കൊള്ളായിരുന്നു. ഞാനങ്ങനെ കഴിക്കുന്ന ആളല്ല, പക്ഷേ എന്നിരുന്നാലും കോവയ്ക്ക അങ്ങനെ കഴിക്കുമ്പോഴൊരു സുഖമുണ്ട് കേട്ടോ. ഇതുപോലെ ശീലമുള്ള കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ ഉണ്ടോ പച്ചയ്ക്ക് കോവയ്ക്ക തിന്നുന്നത്? ഇളം കോവയ്ക്കയാണ് കേട്ടോ തിന്നാൻ കുറച്ചുകൂടെ നല്ലത്. ഞാൻ കഴിക്കാറില്ലെങ്കിലും കൊച്ചിനോട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആ മാവിൻ്റെ കീഴിൽ നിന്ന് ജാതിയും പിന്നെ അതെന്താണ് പ്ലാവൂടെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുഴിച്ചു വെക്കുമ്പോൾ റെഡി ആകുമോ എന്നറിയില്ല. എന്നിരുന്നാലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളുമോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദേ മമ്മിയുടെ വാഴയ്ക്കയൊക്കെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിവിടെ തേങ്ങ തിരുമുന്നുണ്ട്. വാഴയ്ക്ക തോരനുള്ള തേങ്ങയാണ് കേട്ടോ. അങ്ങനത്തെ ഇന്നത്തെ വീഡിയോ എടുപ്പൊക്കെ വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതിയപ്പം കൊച്ചു പറഞ്ഞു ഇനിയുണ്ടോ അമ്മേ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവൾ എടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇന്നേ വരെ അങ്ങനെ ക്യാമറ യൂസ് ചെയ്തിട്ട് ശരിക്കും എനിക്ക് ഓർമ്മയിലില്ല. ജസ്റ്റ് ഇങ്ങനെയൊക്കെ എടുത്ത് പിടിക്കുമെങ്കിലും വലുതായിട്ടൊന്നും കുഞ്ഞങ്ങനെ എടുത്തിട്ടും ക്യാമറ വീഡിയോ അതൊന്നും എടുത്ത് കണ്ടിട്ടില്ല. പക്ഷേ അവൾ ദേ അനക്കാതെയൊക്കെ ഫോൺ പിടിച്ച് ഇത്രയൊക്കെ ഒപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ തിരുമുന്നത്. വാഴയ്ക്കാത്തോരൻ ഇഷ്ടമുള്ളവരുണ്ടോ? എൻ്റെയൊക്കെ ഫേവററ്റ് ആണ് കേട്ടോ വാഴയ്ക്കാത്തോരൻ. ഈ വാഴയ്ക്കാത്തോരനും പയറും വാഴയ്ക്കയും കൂടെ ഇടുന്ന തോരൻ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറ്റിയാൽ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങളെയും കാണിച്ചു തരാം. നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പച്ച റോബസ്റ്റ കായൊക്കെ നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. ദേ മമ്മി അത് ദേ ഈ ഒരു പാകത്തിനൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. കുഞ്ഞിനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഒരു ഡേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കടന്നു പോകുന്നത്. അതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൂടെ പഠിക്കാൻ പറ്റിയത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കാണിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.